ഇന്ന് നമുക്കൊരു വാട്ടയറ്റിൻ്റെ ഡേ കണ്ടാലോ? കുറേ ദിവസങ്ങളായി വിചാരിക്കണം കേട്ടോ ഒരു വാട്ടയറ്റിൻ്റെ ഡേ എടുക്കണമെന്ന്. അപ്പം തലേ ദിവസം അമ്മ അരച്ച് വെച്ചേച്ചാൽ അപ്പത്തിൻ്റെ മാവ് നല്ലോണം പൊങ്ങി കുറച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളതൊക്കെ കലക്കി സെറ്റാക്കി വെച്ചതിന് ശേഷം മുട്ടക്കറി ഉണ്ടാക്കുവാണേ. മുട്ടക്കറി ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ അപ്പം ഉണ്ടാക്കുവാണ് കേട്ടോ. അപ്പം ആദ്യം തന്നെ അപ്പത്തിൻ്റെ മാവ് എടുത്തിട്ട് ചട്ടിയിലേക്ക് ഒഴിച്ച് നല്ലോണം ചുറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മാവ്. നല്ല സോഫ്റ്റ് അപ്പവുമായിരുന്നേ. അപ്പം നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് മുട്ടക്കറിയും അപ്പവും കൂട്ടി ഒരു പിടി പിടിക്കാൻ കേട്ടോ രാവിലെ തന്നെ. നല്ല രസം, നല്ല കോമ്പിനേഷനല്ലേ അപ്പവും മുട്ടക്കറിയും. അപ്പം അതൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പം നമ്മുടെ വീട്ടിൽ തന്നെ പേരക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു. പേരക്ക നല്ല കറക്റ്റ് പാകത്തിനായിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് പറിച്ചിട്ട് മുറിച്ച് കഴിക്കാൻ നേരിച്ച് മുറിക്കുകയാണ് കേട്ടോ. നല്ല റെഡ് കളറാണ് കേട്ടോ നമ്മുടെ പേരക്കയുടെ ഉള്ളിൽ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ, നല്ല ക്രിസ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനും കൊച്ചും കൂടെ കഴിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് ചോറും ഞണ്ട് കറിയും പിന്നെ കുറച്ച് അച്ചാറും കൂട്ടിയാണ് കേട്ടോ ഞാൻ കഴിക്കണം. ഞണ്ടുണ്ടെങ്കിൽ പിന്നെ വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ലല്ലോ, ഞണ്ട് മാത്രം കൂട്ടി കഴിക്കാവുന്നേ ഉള്ളൂ. പിന്നെ അച്ചാറും കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അച്ചാറും ഞണ്ടും കൂട്ടിയാണ് കേട്ടോ ഉച്ചയ്ക്ക് കഴിച്ചത്. ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പം രാവിലത്തെ അപ്പമാവ് ഇരിപ്പുണ്ടായിരുന്നേ. എന്നിട്ട് രാവിലത്തെ അപ്പമാവും കുറച്ച് മുട്ടക്കറിയും ബാക്കി ഉണ്ടായിരുന്നതുകൊണ്ട് അത് തന്നെയാണ് കേട്ടോ വൈകുന്നേരവും കഴിച്ചത്. അപ്പോൾ അതും കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ രാത്രിത്തെ ഫുഡാണേ. രാത്രി ഞാൻ മോരുകറിയും പിന്നെ ഞണ്ടും പപ്പടം മുളകിട്ട് വറുത്തുമായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം നമ്മുടെ ഫേവറേറ്റ് കറികളായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂട്ടി ഒരു പിടി പിടിച്ചിട്ട് രാത്രി കിടന്നുറങ്ങി. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.